തമിഴ്നാട് മധുരയിൽ TVK സമ്മേളനത്തിനിടെ കൂറ്റൻ കൊടിമരം വീണ് അപകടം. 100 അടി നീളമുള്ള കൊടിമരം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത്. കൊടിമരം വീണ് കാർ തകർന്നിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? റഹീസ്, TVKയുടെ രണ്ടാം സമ്മേളനത്തോടനുബന്ധിച്ച് മധുരയിൽ നാളെ വലിയൊരു സമ്മേളനം നടക്കുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആഴ്ചകളായി നടന്നു വരികയാണ്. അതിനിടയിൽ നാളെ വിജയ് കൊടി ഉയർത്തേണ്ട 100 അടി നീളത്തിലുള്ള കൊടിമരമാണ് ഇപ്പോൾ ഈ താഴെ വീണിരിക്കുന്നത്, നിലം പതിച്ചിരിക്കുന്നത്. അത് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ ക്രെയിൻ അത് ലൂസ് ആവുകയും അതിൽ നിന്നും ഈ കൊടിമരം താഴേക്ക് വീഴുകയുമായിരുന്നു. ഇത് താഴേക്ക് പതിച്ചതോടുകൂടി ഒരു കാറിലേക്ക് വന്ന് വീഴുകയും ഈ കാറ് പൂർണ്ണമായും തകരുകയും ചെയ്തു. എന്തായാലും ഈ കാറിനുള്ളിൽ ആളുണ്ടായിരുന്നില്ല. വലിയ ഒരു കൊടിമരമാണ്. ഇത്രയും 100 അടി നീളമുള്ള ഒരു കൊടിമരം വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ആഘാതം ആ കാറിന് ഏൽക്കുകയും അത് തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും TVKയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്രെയിൻ ഉടമയ്ക്ക് പറ്റിയ അല്ലെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റർക്ക് പറ്റിയ ഒരു പിഴവാണ്. അത് യാതൊരു തരത്തിലും സമ്മേളനത്തിനെ ബാധിക്കില്ല. മറ്റു വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്നൊരു വിശദീകരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി ഒരു സമ്മേളനത്തിന് തയ്യാറെടുക്കുമ്പോൾ വിജയ് നാളെ ഉയർത്തേണ്ട കൊടിയാണ്. ആദ്യത്തെ സമ്മേളനത്തിലും അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഈ കൊടിമരം ഉയർത്തുന്നതായിരുന്നു. അപ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട് അത്രയും ശ്രദ്ധയോടുകൂടി നടക്കുന്ന ഒരു സംഭവത്തിനിടയിലാണ്, മുന്നൊരുക്കങ്ങൾക്കിടയിലാണ് ഈ കൊടിമരം വന്ന് പതിക്കുന്നത്. എന്തായാലും അത് ദൃശ്യങ്ങൾ വളരെ ഭയമുണ്ടാക്കുന്നതാണ്. ആ കാറിലേക്ക് വന്ന് വീഴുന്ന സമ്മേളനത്തിന് നിറം കെടുത്തുന്ന തരത്തിലുള്ള അപകടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. TVK സമ്മേളനത്തിനായി എത്തിച്ച കൂറ്റൻ കൊടിമരം വീണാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഒരു കാറ് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അത് നാളെ നടക്കുന്ന സമ്മേളനത്തെ ബാധിക്കില്ല എന്നാണ് TVK നേതൃത്വം വിശദീകരിക്കുന്നത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.